ഹലോ ഗായ്സ്, അസ്സലാമലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞങ്ങൾ ഇന്നൊരു ഈവനിങ് വ്ളോഗ് ചെയ്യാമെന്നാണ് കേട്ടോ വിചാരിച്ചത്. ഒന്ന് രണ്ട് സ്പെഷ്യൽ സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യാമെന്ന് കരുതി. ഗസു വേഗം അകത്തേക്ക് ഞാൻ പുറത്തിറങ്ങിയതാണ് കേട്ടോ, ടെറസിൽ ഇറങ്ങിയതാണ്. അപ്പോൾ ഓളെ ഞാൻ ഫോൺ എടുത്തപ്പോൾ ഓളെ ഫോൺ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും അകത്ത് കയറിയാണ്. ഞാൻ കുഞ്ഞാൻ്റെ ഫോണൊന്ന് കാണിച്ചിരിക്ക്. ഇന്ന് ഞാൻ ചുരിദാർ ഇട്ടപ്പോൾ ഗസുവിനും ചുരിദാർ വേണം പറഞ്ഞ് ഗസു ചുരിദാർ ഇട്ടിട്ടോ. എങ്ങനെയുണ്ട്? സൂപ്പറാണെങ്കിൽ കമൻറ്റ് ചെയ്യണേ. ഞാൻ അവളോട് ചോദിച്ചു നോക്കാം. ഗസു, ഈ ഡ്രസ്സിൻ്റെ പേരെന്താ? എന്ത്? ഷുൾവാറോ? ഓക്കെ. അപ്പോൾ ഞാൻ എൻ്റെ ടെറസിൽ ഒരു കുഞ്ഞു കൃഷി ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷി എന്നൊക്കെ പറയാനായിക്കണമെന്ന് അറിയില്ല. ഒരു രണ്ട് തക്കാളി, അതുപോലെ തന്നെ തക്കാളിൻ്റെ തൈ പറയട്ടെ കുഞ്ഞോ, 2 തക്കാളിൻ്റെ തൈയും അതുപോലെ തന്നെ കുറച്ച് മൈക്രോ ഗ്രീനും ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതാ ചീരൊക്കെ ഉണ്ടാവുന്നുണ്ട്. ചീരനെ അത് ഞാൻ തക്കാളിയിൽ നിന്ന് തുടങ്ങാം. ഇതാണ് നമ്മുടെ തക്കാളി തൈ. ഇത് അത്യാവശ്യം മാഷാല്ലാ അടിപൊളിയായിട്ട് തന്നെ വളർന്നു വന്നു കേട്ടോ. അതിൻ്റെ കൂടെ ഉണ്ടായിരുന്നൊരു തൈയാണിത്. ഇത് വാടി പോയിക്കണ്. ഇതിനിപ്പോൾ കിട്ടുമോ എന്നറിയില്ല. എന്തായാലും ഞാൻ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതാ ഇത്രയും മൈക്രോ ഗ്രീന് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ മൈക്രോ ഗ്രീന് ഞാനേ വീടിനുള്ളിൽ അകത്തുണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അകത്തുണ്ടാക്കി ഞാൻ വേണമെങ്കിൽ ഇവിടെ ഒരു ചെറിയ വീഡിയോ ഇടാം കേട്ടോ. അന്ന് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് ടിഷ്യൂ പേപ്പറിലാണ് കേട്ടോ. ഇപ്പോൾ ഉണ്ടാക്കിയത് മണ്ണിലാണ്. ഇവിടെ എനിക്ക് കുറേ മണ്ണുണ്ടായിരുന്നു. അപ്പോൾ വെറുതെ എന്തിനാ മണ്ണ് അങ്ങനെ ഇടുന്നത് വിചാരിച്ചിട്ട് എനിക്കിഷ്ടമുള്ള പരിപാടിയാണ് ഇങ്ങനെ കുഴിച്ചിട്ട് ഉണ്ടാക്കുക എന്നുള്ളത്. അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇന്ന് ഇത് ഏകദേശം വളർന്ന് അത്യാവശ്യത്തിലധികം വളർന്നിക്കണ്. അപ്പോൾ ഇതെന്തായാലും കട്ട് ചെയ്തിട്ട് കറിയോ സാലഡോ അല്ലെങ്കിൽ വല്ല ഓംലേറ്റ് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുമ്പോൾ ഇടാമെന്ന് വിചാരിച്ചിട്ട് വന്നത് കട്ട് ചെയ്യാൻ കേട്ടോ. പിന്നെ ഞാനിവിടെ ഉണ്ടല്ലോ ചീരൻ്റെ തൈ കുഴിച്ചിട്ടീനു കേട്ടോ, വിത്തിട്ടീനു. ഇപ്പോൾ തൈ അയക്കണേ. ആദ്യം ഉമ്മി പറയാം, എന്നിട്ട് പറഞ്ഞു. ഓക്കെ. അപ്പോൾ ഇതിൽ തൈ ഉണ്ടായിട്ടോ മാഷാല്ലാ. അതേപോലെ സെയിം ഞാൻ വിത്ത് ഇതിലിട്ടീനു കേട്ടോ. അപ്പോൾ ഇതിൽ വിത്ത് ഉണ്ടായില്ല, വിത്ത് മുളച്ചിട്ടില്ല കേട്ടോ. അതിൽ 2 ദിവസം മുന്നേ ഞാനിങ്ങനെ ആലോചിച്ചു, എന്തപ്പോൾ ഇതിൽ സെയിം സാധനം ഇതിലും സെയിം സാധനം, വെള്ളമൊക്കെ ഒരേപോലെ ഒഴിച്ചു കൊടുത്തു, ഇതിലുണ്ടായില്ലല്ലോ. അപ്പോൾ ഇന്നലെ എനിക്ക് ഈ പാത്രത്തിൽ നിന്നൊരു സാധനം കിട്ടി, ഒരു പ്രാവിൻ്റെ തൂവൽ കിട്ടി. അപ്പോൾ എനിക്ക് മനസ്സിലായി ആ പ്രാവ് തിന്ന് പോയതാണെന്ന്. ഇവിടെ നിറച്ച് പ്രാവ് ഉണ്ടാവലുണ്ട്. അപ്പോൾ പ്രാവ് തിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇത് വളരുകയാണെങ്കിൽ ഞാൻ എന്തായാലും ഇത് വളർന്നിട്ടില്ലൊരു വീഡിയോ പാടെ ചെയ്യണേക്കാരം കേട്ടോ. ആന്ന് ഇനി പറഞ്ഞു. ചെറിയ ചെടിയാണ്. ഞങ്ങള് ഈ കാക്ക കൊണ്ടുപോയി ചെടിയില്ല പ്രാവ് തിരിച്ചു ആ വണ്ടിക്കാര് കുട്ടി. ഓക്കെ, എന്നാ നമുക്ക് കട്ട് ചെയ്യല്ലേ ചെടി? കട്ട് ചെയ്തെടുക്കല്ലേ? അപ്പം അതിന് വേണ്ടിയിട്ട് ഞാനൊരു പാത്രവും ഒരു കത്രിക്കൊക്കെ കൊടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തെടുക്കട്ടെ കേട്ടോ. ഇപ്പൊ കണ്ടോ, ഞാൻ ഇത്രയും കട്ട് ചെയ്തെടുത്തിട്ടോ. ഇത് ഏകദേശം ഒരു പാത്രം കംപ്ലീറ്റ് ഉണ്ട്. ഇത് കറിയൊക്കെ വെച്ചാലും നമ്മൾ ചീരയും പരിപ്പൊക്കെ ഇട്ട് കറി വെക്കൂല, അങ്ങനെ കറി വെച്ചാലും അതേപോലെ തന്നെ മുട്ട പൊരിക്കുമ്പോഴൊക്കെ സവാള ഇടുന്നതിന് പകരം ഇതൊക്കെ ഇട്ടാൽ നല്ല ഹെൽത്തിയാണ്, നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇത് ഭയങ്കര സിമ്പിളായിട്ടുള്ള കാര്യമാണ്, പക്ഷെ ആരും ചെയ്യൂല. അങ്ങനെ കുറച്ച് ടിഷ്യൂ പേപ്പർ ഉണ്ടെങ്കിൽ തന്നെ ഈ ചെറുപയർ മുളപ്പിച്ചിട്ട് ഇങ്ങനെ തൈയാക്കിയിട്ട് എടുക്കാൻ പറ്റും. ചെറിയ മൈക്രോ ഗ്രീന് ചെറിയ ചെടികളാക്കി എടുക്കാൻ പറ്റും. പക്ഷെ അധികം ആൾക്കാരും ചെയ്യാത്ത ഒരു കാര്യമാണിത്. എന്തായാലും നിങ്ങൾ പറ്റുന്നവരൊക്കെയാണെങ്കിൽ ഇങ്ങനെ വീട്ടിലെ ഇലകൾ ഉണ്ടാക്കിയിട്ട് കുട്ടികൾക്കൊക്കെ കൊടുക്കുന്നുണ്ട്, നല്ലതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും ഇപ്പോൾ അതുകൊണ്ട് ഞാനൊന്നും ചെയ്യില്ല, കാരണം ഇപ്പോൾ വൈകുന്നേരം ആയാലോ, ഇനിയിപ്പോൾ രാത്രി ഒന്നും ഉണ്ടാക്കില്ല. പക്ഷേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ കറിക്കോ എന്തിനേലൊക്കെ ഞാനിത് എടുക്കും. ഇതുകൊണ്ട് ഞാൻ എന്ത് കുക്ക് ചെയ്യുകയാണെങ്കിലും ആ വീഡിയോ ഞാൻ ഇൻക്ലൂഡ് ചെയ്യാം കേട്ടോ. ഈ വീഡിയോയിലോ അല്ലെങ്കിൽ അടുത്ത വീഡിയോയിലോ ഞാനിടാം. ഇനി മണ്ണ് കളിക്കണ്ട, നമ്മൾ പോവല്ലേ? ഇനിയിപ്പോൾ ചായ കുടിക്കണം, വൈകുന്നേരം ആയല്ലോ. പിന്നെ ചായക്ക് ഒരു സ്പെഷ്യൽ സാധനം ഉണ്ട് കേട്ടോ, നാട്ടിൽ നിന്ന് കൊടുത്തതിനെ കാണിച്ചത്. അങ്ങനെ നമ്മളെ മൈക്രോ ഗ്രീൻ ഇന്നിപ്പോൾ എന്തായാലും ഞാൻ ഉണ്ടാക്കണില്ലല്ലോ. അപ്പോൾ എന്തായാലും ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ.
അല്ലെങ്കിൽ നാളെ ആകുമ്പോഴത്തേന് ഇനി വാടിപ്പോവും. ചൂടല്ലേ ഇപ്പോൾ. പിന്നെ ഞാൻ പറഞ്ഞല്ലോ ഈവനിങ് സ്നാക്ക് ഒരു പലഹാരമാണ് നാട്ടിൽ നിന്ന് കൊടുക്കുന്നത്. അപ്പോൾ അത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിന് എന്താ പേരെന്നൊന്നും എനിക്കറിയില്ല, പേര് ഞാൻ മറന്നു, എന്തോ പറഞ്ഞിരുന്നു. പിന്നെ ഇത് പിന്നെ വാഴയിലൊക്കെ ഇങ്ങനെ നമ്മളൊരു കാക്ക വയനാട്ടിൽ നിന്ന് വന്നപ്പോൾ കൊടുന്നു കേട്ടോ. ഓരോ നാട് വയനാട്ടിലാണ്. അപ്പോൾ ഇതാ ഇങ്ങനെ ഒരു അപ്പമാണ്, നല്ല ടേസ്റ്റ് ഉണ്ട് കഴിക്കാൻ. ഇപ്പോൾ ഞാനത് ഫ്രിഡ്ജിൽ വെച്ചതാട്ടോ. ഇനിയിപ്പോൾ ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ടൊന്ന് ആവി കയറ്റണം. എന്നാൽ 4 മണീൻ്റെ ചായൻ്റെ കൂടെ കഴിക്കാൻ സൂപ്പറാണ്. ശർക്കരയും അരിയൊക്കെ ഇട്ടിട്ടില്ല എന്തോ സാധനം കേട്ടോ. എന്തായാലും ഇത് ഞാൻ ഇനി ആവി കയറ്റട്ടെ. അങ്ങനെ ഇതാ ഞാൻ പാത്രത്തിലാക്കിയിട്ടോ. ഇനിയിപ്പോൾ ഇതൊരു 10 മിനിറ്റ് 10-5 മിനിറ്റൊക്കെ ഒന്ന് ആവി നന്നായിട്ട് കയറട്ടെ, എന്നിട്ട് ചായ കുടിക്കാം. അങ്ങനത്തെ ഞാൻ ചായ ഉണ്ടാക്കിയിട്ടോ. നമ്മളെ ഈ 4 മണി സ്നാക്ക് നല്ല ആവിയൊക്കെ കയറിയപ്പോൾ നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട്, നല്ല മധുരമൊക്കെ ഉണ്ടായിട്ട് എനിക്ക് കഴിച്ചപ്പോഴാണ് എനിക്ക് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് കിട്ടിയത്. നമ്മളെ നാട്ടിലത്തെ മലപ്പുറംകാരുടെ കൽത്തപ്പം ഉണ്ടല്ലോ, അതിൻ്റെയൊക്കെ ഒരു ടേസ്റ്റാണ് ഉണ്ടായിരുന്നത്. നല്ല സൂപ്പറാണ്. ഇനിയിപ്പോൾ ചായ അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗ്രൗണ്ടിൽ പോകണം. അങ്ങനെ ഇതാ നമ്മൾ ഗ്രൗണ്ടിൽ വന്നിട്ടുണ്ട്. വൈകുന്നേരമൊക്കെ ആയപ്പോൾ കാക്കുവിൻ്റെ ഫുട്ബോളിൻ്റെ പ്രാക്ടീസ് ഉണ്ട്. അപ്പോൾ അതിന് വേണ്ടി വന്നതാണ്. ഞാൻ അവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കുക. ആരും അധികം എത്തിയിട്ടില്ല. 4 ആൾക്കാർ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഗസൽ അവിടെ സൈക്കിൾ ഓട്ടാണ്. ആഴ്ചയിൽ 3 ദിവസം നമ്മളിങ്ങനെ വരും കേട്ടോ. ഗസലിന് സൈക്കിൾ ഓട്ടാനും പിന്നെ കാക്കുവിന് പ്രാക്ടീസും ഉണ്ടല്ലോ. ഞാനിവിടെ വെറുതെ ഇരിക്കും, എനിക്ക് ഫ്രണ്ട്സ് വരും, നമ്മളിങ്ങനെ സംസാരിച്ചിരിക്കുക, അതേപോലെ തന്നെ നടക്കുകയൊക്കെ ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ ബാക്ക് ക്യാമറ ഇതാണ് നമ്മളെ ഗ്രൗണ്ട്. ഗസൽ അതാ അവിടെ ബബ്ബൻ്റെ കൂടെ ഓടുന്നു. അവൾ ഈ ഒരു ഗ്രൗണ്ട് കംപ്ലീറ്റ് വരും കേട്ടോ സൈക്കിളിൽ. കുറച്ച് നേരം ഇങ്ങനെ കളിക്കുക, അധികം ആരും വരാത്തതുകൊണ്ട്. ഒക്കെ കുറേ ഫ്രണ്ട്സ് ഉണ്ട്, സൈക്കിളായിട്ട് എല്ലാ കുട്ടികളും വരും. അപ്പോൾ കുട്ടികൾക്കും തന്നെ നല്ലൊരു അടിപൊളിയാണ്, വൈബാണ്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ എന്തായാലും പ്രാക്ടീസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ നേരെ വീട്ടിലേക്ക് പോകും, ഫുഡ് കഴിക്കും, കിടക്കും. അതാണ് വൈകുന്നേരത്തെ പരിപാടി എന്ന് പറയുന്നത്. നമ്മൾ ഗസു ഉമ്മിൻ്റെ അടുത്ത് ഓടി വന്നു കേട്ടോ. ഗസു സൈക്കിൾ ഓട്ടി കഴിഞ്ഞോ? സൈക്കിൾ ഓട്ടി കഴിഞ്ഞോ? നടന്നു വന്നു. കുട്ടി സൈക്കിൾ ഓട്ടിയോ കുഞ്ഞോ? ബബ്ബ എവിടെ? ഫോട്ടോ എടുക്കണ്ടോ? അല്ല, അവിടെ സൈക്കിൾ നിന്നിട്ട് എവിടെ പാർക്ക് ചെയ്തു? ഓക്കേ, എന്നാ ബായ് പറയ്. ബായ് പറഞ്ഞോ. ഇങ്ങോട്ട് നോക്കിയിട്ട് പറയണം ബായ്. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ബായ്.